ഓർമ്മപ്പെടുത്തി AVVയുടെ പാനലിൽ വാക്സിൻ എടുക്കും. അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ എന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് മത്സരത്തിൽ നിന്നും ഞാൻ നമ്മളോട് നമുക്ക് അല്ലാതെ ജാതി പാടിക്കുന്നൊക്കെ പറഞ്ഞു മാറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അവര് ഇതിന് ചോദിക്കാതെ അത്ര ചോദ്യത്തോടെ ഒരാൾ ചെയ്യുന്ന ആൾക്ക് നമ്മൾ അടുപ്പമായിട്ടാണ് എപ്പോഴും കാണും. അപ്പം എന്താ ഒരുപാട് അടുപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം അവരോട് വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ ഉള്ള 3-4 അമ്പലത്തിൽ പോയിട്ടുണ്ടോ അവിടെ. അവരൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചിമ്മൻ അതൊക്കെ ഇപ്പൊ ഞാൻ ഓർമ്മയില്ല. സംബന്ധിച്ചിടത്തോളം പിന്നെ കുറെ കാലത്തേക്ക് ആൾക്കാർ 2002 ബന്ധുവത്ത് വന്നതിന് ശേഷം ഇവിടെ ജോലി അതിനോടൊപ്പം ആന്റി ക്ലാസിക് ഇങ്ങനൊപ്പം പിന്നെ ട്രിവാൻഡ്രത്ത് സ്നാക്സ് ഇങ്ങനെ ഓഫീസൊക്കെ തോന്നി. അവിടെ വേറെ സ്റ്റാഫിനൊക്കെ ഞാൻ നമ്മൾ വന്നു വൈഫും പിള്ളേരും ട്രിവാൻഡ്രത്ത് അവിടെ താമസം വീട്ടില് സജീവമാക്കുന്നതിന് വേണ്ടി. അപ്പോ നമ്മൾ പിന്നെ ആ ഗ്രൂപ്പ് ഉണ്ടായതിനു ശേഷം അതുമായിട്ട് ഇങ്ങനെ അത് പലർക്കും അഫക്ട് ചെയ്ത് നമുക്ക് കൊള്ളാനേ ഇന്നല്ലേ വളരെ പ്രയാസമാണ്. നിങ്ങള് ഔദ്യോഗിക അല്ലെങ്കിൽ നമ്മുടെ ലോക്കോളജി ഇന്ത്യയുമായിട്ടും കോൺസുലേറ്റുമായിട്ട് മാത്രമേ ഉള്ളൂ ആ ഒരു ബന്ധം നമുക്ക് ചേർക്കാൻ പറ്റും. എങ്ങനെ വാർത്തകളെന്ന് പറയാൻ പറ്റില്ല. ശരി, അവിടെ കാര്യമുണ്ടല്ലോ നമ്മുടെ ഷാജഹാനും നിങ്ങൾ എല്ലാവരും നോക്കണം. ഈ ലിങ്കിൽ ഞാൻ കടന്നു അതായത് ഇവിടെ ആണോ സ്മൂത്താണോ സൗകര്യമാണോ മറ്റേ അപ്പോഴും കൂടെ എല്ലാവരും സംഭവിച്ചപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഇത്ര കൂടുതലായി. പക്ഷെ നമുക്ക് ആദ്യം നോക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം അത് തിരഞ്ഞെടുക്കാം. അപ്പൊ ഈ സഹോദരനാണോ ഫ്രണ്ടാണോ പിന്നെ നമ്മളാണോ എനിക്കറിയില്ല. പക്ഷെ അവർക്ക് അത് ഇഷ്ടവും നമ്മൾ പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മുടെ ജീവിത അവസരം നമ്മുടെ ഒരാളുടെ രണ്ട് ഏകദേശം ഒരേ സ്വഭാവം. ഞങ്ങൾ രണ്ടുപേരെ ആരും പറയാൻ എന്റെ അമ്മ കൂടെയുള്ള ടീച്ചേഴ്സ് നമ്മളൊന്നും അങ്ങനെ പറയാനും പറ്റില്ല. അതെന്ത് തീർച്ചയായും. പക്ഷെ എങ്ങനെ പഠിക്കും എല്ലാ ആക്ടിവിറ്റീസിനും ഞങ്ങൾ
അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഒരു ബസ്സിന് കണ്ടത് അതിന് കണ്ടുവരുന്നത് ഏതെങ്കിലും പിന്നെ അവരെ ആരും ശ്രദ്ധിക്കുക ബസ് കണ്ടുപിടിക്കുന്നത് ആദ്യം കണ്ടുപിടിച്ച സമുദ്രമാണ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് ചിലത് കോളേജിൽ അവർ ആർട്സിൽ വന്ന് ഒരേ ബസ്സിലാണ് പോകുന്നത്. അതായത് ലോ കോളേജിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു. എന്റെ അടുത്ത് നമ്മുടെ ബിന്ദുവായിരുന്നു. സംസാരിക്കില്ല. അപ്പൊ ഒരു ദിവസം അവരുടെ ചോദിച്ചിട്ട് മണിയിറങ്ങിട്ട് പോയിട്ട് എന്റെ ഒരു പേരിലേക്ക് പറ്റിയ ആരുമില്ല. അപ്പൊ തൊട്ട് ഇപ്പുറത്തെ ബെഞ്ചില് ഒരു അണ്ണി മീര എങ്ങനെ മീര അവിടെ ഇരുന്നോണ്ട് എന്റെ അടുത്ത് ചോദിക്കും. ഞാൻ എടുത്തിട്ട് ശരിയാവും തോന്നുന്നു. ഞാൻ കോഴ്സ് മറ്റേ ഒറ്റ ദിവസം അവരുടെ ആലോചിച്ചു എനിക്കൊന്നും പറ്റുന്നില്ല. എന്നിട്ട് മീര അവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളി കാത്തിരുന്ന പോലെ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ എണീറ്റ് അപ്പൊ സീറ്റ് മാറി. ഇവരുടെ കൂടെയാണ് ഡൽഹിയിൽ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ അന്ന് കൊണ്ട് വളരെ ഇത് ഞങ്ങളുടെ കൂടെ അന്ന് അവനെ പൈസ വരുമാനം ഞങ്ങളോ മൂന്നോ പൊറോട്ട ഒരു മുട്ടക്കറി അങ്ങനെ സംസാരമൊക്കെ വൈഫ് പോകും മനസ്സിലായിരുന്നു. ശരിക്കും മനസ്സിലാകും. ഞാൻ അല്ല ഫസ്റ്റ് ഒരു കാര്യം പറയുന്നു എന്താ ഒരു ഫോണുണ്ട് സ്പെഷ്യൽ ഫോണുണ്ട് അപ്പൊ പരസ്പരം നമ്മൾ വിളിക്കാറുണ്ട്. ഞാൻ സൊസൈറ്റി അവൻ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാത്ത ഞാൻ എന്താ പറയും. അതുപോലെ എനിക്കൊരാവശ്യം വന്നാലും ഞാൻ ആദ്യം ഓർക്കുന്നത് രഞ്ജിതയാണ്. കാരണം അവിടെ ചോദിച്ചത് അപ്പൊ അതിനൊരു റെമഡി അപ്പൊ തന്നെ കിട്ടും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇന്റിമസിയാണ്. എനിക്ക് സാധാരണ നമ്മുടെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്കങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാൻ കോളേജിലേക്ക് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ രഞ്ജിത്തിറക്കിയെ കാണാനുള്ള അത് ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എന്നുവെച്ചാൽ അപ്പൊ തുടങ്ങിയ ഒരു സൈഡ് എന്താണ് എല്ലാവരും തോന്നിയിട്ടുള്ളത് എല്ലാവരോടും ആണെങ്കിലും നമുക്ക് തോന്നുന്നു നമ്മളോട് മാത്രമാണ് ആ ഒരു അടുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതൊക്കെ ആയതുകൊണ്ട് എനിക്കായാലും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ കുട്ടകത്തിയിലൊക്കെ വെച്ച് കാണുമ്പോൾ വന്ന് മക്കളെയും കൊണ്ടുവന്നിട്ട് ക്ലാസ് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്കിലുണ്ടാകുന്ന ഒരു അടുപ്പമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാനുണ്ടാകുന്നതാണ്. അപ്പോൾ പ്രശ്നമായിട്ട് എനിക്ക് ആണെന്ന് അറിയാൻ പിന്നെ മെസ്സേജ് എടുത്തിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ആണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ള ആൾക്കാരുടെ പ്രാർത്ഥന എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ ആ പെർട്ടിക്കുലർ ഡേറ്റ് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് വർക്കല ചെറിയൊക്കെയാണ് ഞാൻ ഓടിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് 4 ബാങ്കിലേക്ക് പോകണം. വർക്കല പിന്നെ പറയുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങൾക്ക് പല ദിവസം പോയിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് സയൻസ് ശേഷം നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് മുമ്പും കോളേജിലെ അതേ ഒരു റിലേഷൻഷിപ്പാണ് രഞ്ജിത്ത് നമ്മുടെ എല്ലാം നടന്നു. എൻ്റെ ഒരു നോട്ടറിയുടെ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ എറണാകുളത്ത്. ഞാൻ അറിഞ്ഞില്ലേ നോട്ടറിയുടെ ആപ്ലിക്കേഷൻ വന്നു. ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പോലും അറിഞ്ഞില്ല. അവൻ ആപ്ലിക്കേഷനിലേക്ക് എല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ആരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.
എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. അവൻ തന്നെ ആപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം രഞ്ജിത്താണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു റിലേഷനാണ് എല്ലാ വ്യക്തികളും. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ 2 ചേരിയിലായിരുന്നു. പുള്ളി ഒന്ന് BJP കാരന്, ABVP, ഞാൻ KSU. ഞങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ അതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ആ റിലേഷൻ. പിന്നെ ഇപ്പൊ ഞാൻ 270 കിലോമീറ്റർ അകലെയാണ് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചേക്കേറിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള രഞ്ജിത്തിനെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സമാധാനം. പക്ഷെ ആ ഒരു ലോസ് എന്ന് പറയുന്നത് ഭയങ്കര ലോസാണ്. നമ്മൾ ഈ കൂടെ സഹകരിച്ച് നിന്നിട്ട് അനുശോചനം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ ഫ്രൈഡേ വന്നോടെ എനിക്ക് മരണത്തിന് എത്താൻ പറ്റില്ല. വന്ന് എത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ ആണ് ഇവിടെ. ഫ്രൈഡേ എത്തിയിട്ട് വീട്ടിൽ ചെന്നു അമ്മയെ കണ്ടു, വൈഫിനെ കണ്ടു, കുട്ടികളെ കണ്ടു, അമ്മയും കണ്ടു. പക്ഷെ കുട്ടികളും വൈഫും ഒക്കെ നോർമൽ ആയിട്ടുണ്ടെന്ന് ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മദർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് വലിയൊരു ഇതേ അവസ്ഥ ഞാൻ കണ്ടത് നമ്മുടെ സന്തോഷം മരിച്ചപ്പെട്ടു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. കാരണം എവിടെ വിളിച്ചു കഴിഞ്ഞാലും ഇടാനിലെ ഇനി അവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരുന്നത് പറഞ്ഞാൽ അവന് ഞാൻ ഓർക്കുന്നത് ലോ കോളേജിൽ ചെന്നപ്പോൾ ഉള്ള ഒരു പരിചയം, അഡ്മിഷൻ കിട്ടിയതിന് ശേഷം അന്നേരം ഒരു പരിചയമാണ്. അവൻ്റെ ഒരു പഴയ 2 വീലറുണ്ട്. എനിക്കവിടെ പോകുന്നത് ഉടനെ ഉണ്ടാക്കാറാണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് രീതി എന്തോ ആവശ്യമില്ല. ഞാൻ പല തവണയും അവരുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യം പിന്നെ അതുപോലെ തന്നെ അവിടെ ABVP മത്സരിക്കാനായിട്ട് എന്നെ നിർബന്ധിച്ചത് രഞ്ജിത്തായിരുന്നു. പിന്നെ സർവത്ര മേഖലയിലും രഞ്ജിത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ എന്തുകൊണ്ടും എൻ്റെ പ്രിയങ്കരനായ രഞ്ജിത്തിന് ഈ അവസരത്തിൽ എല്ലാവിധ ആദരാഞ്ജലി അർപ്പിച്ച് ഞാൻ ആ സ്മരണ ഞങ്ങള് കോളേജ് പഠിക്കുന്ന കാലയളവിൽ ഇതിന് ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ രഞ്ജിത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ടോണി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കാനഡയിൽ പോകും. എല്ലാവരെയും ടോണി ജയിച്ചു. പക്ഷേ ഹോസ്റ്റലിലായാലും അതിനുശേഷം എക്സാം സെന്ററിൽ ഞങ്ങള് കുറച്ചൊരു സത്രത്തിൽ CP സത്രത്തിൽ പരീക്ഷ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്മായിലും ഒക്കെ ആയിട്ട് ഇസ്മായിൽ സത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അന്നദാതാവാണ്. അന്ന് രഞ്ജിത്ത് ഞങ്ങൾ കാരണം അന്ന് വരുമാനമുള്ള ഒരേ ഒരാളെന്ന് ഞാൻ ഇസ്മായിൽ വിദ്യാർത്ഥികളുടെ കോടീശ്വരൻ. അതെ വിദ്യാർത്ഥികൾക്കിടയിൽ കോടീശ്വരൻ. അത് നേഴ്സാൻ ട്രാവൽ ഏജൻസിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാർഷിക കൊണ്ടിട്ട് ഞാനുണ്ട്, രഞ്ജിത്തുണ്ട്, ഇസ്മായിലുണ്ട്. പിന്നെ സപ്പർത്തി നിന്ന 5 ഇയർ ബാച്ചിലുള്ള ഇവരൊക്കെ കൂടിയാണ് നിൽക്കുന്നത്. രഞ്ജിത്തിന്റെയും സിറ്റി സെന്ററിലുള്ള ആളെന്ന നിലയിലാണ് നമ്മളിവിടെ എപ്പോഴും ഉണ്ടായിരുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമാണ്. നമുക്കെല്ലാം അറിയാം, നമ്മള് അത്രയ്ക്ക് കടുത്ത രാഷ്ട്രീയമൊന്നും കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ വെച്ച് നടത്തിയിട്ടില്ല. രാഷ്ട്രീയത്തിനപ്പുറം സുഹൃത്തെന്ന നിലയിൽ വലിയ ആത്മാർത്ഥത നമുക്ക് കാണിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് ഫീൽ ചെയ്തത്. അത് അന്നത്തെ അവന്റെ ആ മനസ്സിലെ ഇന്റിമസി ഈ റീസെന്റ് ഡേയ്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ എനിക്കെല്ലാവരെയും ഞാൻ വാട്സാപ്പിലിട്ട മെസ്സേജ് അത് ഉറങ്ങിക്കിട്ടുന്ന ഗ്രൂപ്പിനെ ഉണർത്തി എന്ന് പറയുന്ന ഒരു വിഭാഗം. എന്നാൽ അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ ആ 2 രീതിയിലുള്ള കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആ വ്യൂസ് വന്നപ്പോൾ അവൻ എന്നെ വിളിച്ചു. ഞാൻ ഇന്ത്യയിലേക്ക് വോയിസ് മെസ്സേജ് വിളിച്ചത് നീ കാര്യം നീ എന്തായാലും വരുമല്ലോ, വരം നീ എന്ന് അസന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പ്രസന്റയോ അല്ലെങ്കിൽ ഗെയിലിയോ അങ്ങനെ ആരും ഒരാൾ നമ്മുടെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിന്റെ ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസം വരണ്ടാത്ത പറഞ്ഞ കൂട്ടത്തിൽ അവരായി പോയെന്നേ ഉള്ളൂ. എന്നാലും ആവശ്യമില്ല. അത് എന്നെ അന്ന് തൊട്ടേ വിളിച്ചോണ്ടിരിക്കുക. നീ നാളെ വരണം, നാളെ വരുന്നുണ്ടോ? ഞാൻ എനിക്ക് ഒന്ന് മാറി എന്നുള്ളൊരു ചോദ്യമാണ്. ശശിയുടെ പിന്നെ വല്ലാത്തൊരു പ്ലസന്റ്നെസ്സാണ് നമ്മൾ മനസ്സിൽ. ചേർന്ന സ്ഥലത്തേക്ക് രഞ്ജിത്തൊക്കെ പറഞ്ഞെങ്കിൽ അത്രത്തോളം ഇഷ്ടം നമ്മൾ അനുഗ്രഹത്തോളം ഇഷ്ടമാണ് തോന്നിയില്ല.
ഇതിലെ ആളാരാ പിന്നെ ഇങ്ങനെ ഒരു It told what you said 100%. ഭൂമിക്ക് ഞാൻ വേണ്ടപ്പെട്ട ആവശ്യങ്ങൾ ബാങ്കിന്റെ ആവശ്യങ്ങൾ ഞാൻ കോടതി നമ്മള് പഠിച്ചേക്കാരൊക്കെ പഠിച്ചു അങ്ങനെ കാണുന്ന രണ്ടു മൂന്ന് വിഭവങ്ങളൊന്നും ശരിയില്ല അംശങ്ങളെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തുടക്കം വരെ എപ്പോ നമ്മൾ വന്നാലും ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റും. ഇപ്പം രജനി പറഞ്ഞതുപോലെ തന്നെ മാറ്റാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ കെട്ടുകൾ നടത്താൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത് അവനാണ്. രജനിയെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ സമയം കൊണ്ട് പറഞ്ഞത് രജിത്താണ്. രജിത്താണ് പറഞ്ഞത് ചെയ്യണം. അപ്പൊ ഇതിന്റെ തിരക്കുകൾ കാരണവും മാറ്റിക്കൂടെയും ചോദിക്കും. അതുകൊണ്ടാണ് രക്ഷകന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അമ്മയ്ക്ക് പ്രത്യേക ശരിയായിരുന്നു. അറിയില്ല. ആ സമയത്ത് ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവമാണ്. ഞാൻ വോട്ട് ചെയ്യുന്നത് രഞ്ജിത്തിനാണ്. ഞാൻ മറ്റേ എതിരാളികളുടെ മനസ്സിനോട് കീഴടക്കാനുള്ള ഒരു ശക്തി ഉള്ള ആളായിരുന്നു രഞ്ജിത്ത്. എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടിയോ മൂലം അവർക്ക് ശത്രുതയില്ല. എല്ലാവരോടും അവരുടെ സ്നേഹം തന്നെയായിരുന്നു. പിന്നെ നെല്ലിക്ക് പറയുന്നത് പോലെ സഹായിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. ആ സമയത്ത് ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവമാണ്. ഞാൻ വോട്ട് ചെയ്യുന്നത് രഞ്ജിത്തിനാണ്. ഞാൻ മറ്റേ എതിരാളികളുടെ മനസ്സിനോട് കീഴടക്കാനുള്ള ഒരു ശക്തി ഉള്ള ആളായിരുന്നു രഞ്ജിത്ത്. എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടിയോ മൂലം അവർക്ക് ശത്രുതയില്ല. എല്ലാവരോടും അവരുടെ സ്നേഹം തന്നെയായിരുന്നു. പിന്നെ നെല്ലിക്ക് പറയുന്നത് പോലെ സഹായിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു.